അറിയോ, എല്ലാവർക്കും നമസ്കാരം. ഒപ്പം ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ജ്ഞാനകർമ്മ സന്യാസ യോഗമെന്ന 4-ാം അധ്യായം, അതിൽ ഭഗവാൻ കർമ്മത്തിൻ്റെ ഗതിയിൽ കവികൾ പോലും മോഹിച്ചിട്ടുണ്ട് അർജുന. അതുകൊണ്ട് കർമ്മം ഏറ്റവും സങ്കീർണമാണ്. അതുകൊണ്ട് അതിനെ അറിയേണ്ടത്, പൂർണ്ണമായി കർമ്മത്തിൻ്റെ എല്ലാ ഭാവങ്ങളെയും നീ അറിയേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതിൻ്റെ എല്ലാ പ്രകാരത്തിലുള്ളത്, കർമ്മം എന്ന് പറഞ്ഞാൽ ചലനമാണെന്നും ആ ചലനം കൊണ്ട് ആ ചലനങ്ങൾ 5 വിധത്തിലാണെന്നും ആ 5 വിധത്തിലുള്ള ചലനങ്ങളെ കൊണ്ട് 4 കാര്യങ്ങളെ നമുക്ക് നേടാമെന്നും പിന്നീട് നമ്മളിൽ വന്നു ചേരുന്ന 3 കർമ്മങ്ങൾ, പ്രാരബ്ധം, സഞ്ചിതം, ആഗാമി തുടങ്ങിയിട്ടുള്ളതും, പിന്നെ അതിൽ വിഹിത കർമ്മങ്ങൾ, അവിഹിത കർമ്മങ്ങൾ, ചെയ്യേണ്ടുന്ന ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, അതേസമയം മാറി നിൽക്കേണ്ടത്, അതുപോലെ കർമ്മങ്ങളിലെ ദോഷങ്ങൾ, പ്രത്യവായവും അഭിക്രമനാശവും മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഇത് തുടങ്ങി വെച്ചത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ കൃഷി മുതലായിട്ടുള്ളതൊക്കെ നമ്മൾ വിത്തിട്ട് കഴിഞ്ഞാൽ അതിനെ കളമാറ്റി വളം വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നൊക്കെ ഉള്ള കർമ്മങ്ങൾ, തുടർ കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ അഭിക്രമനാശം എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് നമ്മൾ നേരെ തല കീഴായിട്ട് ചെയ്യുക. കർമ്മമുണ്ട് അവിടെ, പക്ഷെ നേരെ തല കീഴായിട്ടാണ്. അതിനാണ് നമ്മൾ ഉദാഹരണമായിട്ട് മരുന്ന് മാറി പോകുന്നതൊക്കെ അത്തരത്തിലുള്ളതാണ്. അപ്പോൾ കർമ്മങ്ങൾ സങ്കീർണമാണ്. അതിൽ കവികൾ പോലും മോഹിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ കർമ്മത്തെയും കർമ്മമില്ലായ്മയെയും, ആരാണോ കർമ്മവും കർമ്മമില്ലായ്മയെയും രണ്ടും അറിയുന്നത്, ഇതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു നിർത്തിയത്. 4-ാം അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകം. കർമ്മണ്യ കർമ്മയഃ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃത്. എന്താണ്? കർമ്മണി അകർമ്മഃ യ പശ്യേത്. കർമ്മത്തിൽ കർമ്മമില്ലായ്മയെ കാണുന്നതാരാണ്? ഈ കർമ്മത്തിൽ കർത്തൃത്വത്തെ നമുക്ക് മാറിയിട്ട് നമുക്കതങ്ങനെ കർത്തൃത്വമില്ലാത്ത കർമ്മത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതൊരു തമാശയായിട്ടാണെങ്കിൽ, തമാശയല്ല, കാര്യമാണത്. അതായത് ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയോ ഭർത്താവോ കുട്ടികളോ അച്ഛനോ അമ്മയോ ആരെങ്കിലും ആവട്ടെ, ഇവർ കൂർക്കം വലിക്കുന്നുണ്ട്, നല്ല ഉഗ്രനായിട്ട്, ഇങ്ങനെ ഉഷാറ് കർമ്മമാണ്. ചില കൂർക്കം വലിയൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ എന്ന് പറഞ്ഞിട്ട്, പിന്നെ കുറച്ച് നേരത്തേക്ക് ഒന്നും കേൾക്കില്ല. പിന്നെ കാണാം ഇതിങ്ങനെ എടുക്കുന്നത്, ഉള്ളിലേക്ക് എടുക്കുന്നത്, നമ്മൾ വിചാരിച്ചൊക്കെ പുതിയ ആളുകളെ ആണെങ്കിൽ, ഇപ്പം പരിചയമുള്ളവർക്ക് ആണെങ്കിൽ അറിയാം, ഇത് 2 മിനിറ്റ് കഴിഞ്ഞാൽ പുറത്തേക്ക് വേറൊരു ശബ്ദത്തിൽ വരുന്നു. അപ്പോൾ കർമ്മമുണ്ട്, കർത്തൃത്വം ഉണ്ടോ? ഇല്ല. മൂപ്പരോട് പറഞ്ഞു നോക്കൂ, നിങ്ങൾ എജ്ജാതി കൂർക്കം വലിയാണ് മനുഷ്യ. ഞാനോ? എനിക്ക് വെറുതെ തോന്നുന്ന, മിണ്ടാതെ കിടക്കാൻ നോക്കുമെന്ന് പറയും അല്ലേ. അപ്പോൾ അതിന് അവരൊരു പ്രത്യേക തലേണ വെച്ചിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് പറയും, നീ 2 തലേണയൊന്നും വെച്ച് കിടക്കരുത് കേട്ടോ, അത് നല്ലതല്ല. എന്നാലും എനിക്ക് ഉറക്കം വരണമെങ്കിൽ 2 വേണമെന്നൊക്കെ പറയും. എന്തിനാ ഇത്? ഒരെണ്ണം എടുത്ത് അങ്ങോട്ടേക്ക് വെക്കാനാ. കാരണം ഇത് ഇവർക്ക് ഉറങ്ങണ്ടേ, അതിനു വേണ്ടിയിട്ട്. അപ്പോൾ ഈ കൂർക്കം വലിയിൽ എന്തുണ്ട്? കർത്തൃത്വം ഉണ്ടോ? ഇല്ല. കർമ്മമുണ്ട്. അപ്പോൾ അത് അതേപോലെ തൊഴിക്കുക, അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എന്തില്ല? കർത്തൃത്വമില്ല, പക്ഷെ കർമ്മമുണ്ട് എന്ന് പറയാം. ഇതൊരു തമാശയായിട്ടൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. പക്ഷെ ഭഗവാൻ ഇതല്ല ഇവിടെ പറയുന്നത്. എന്താണ്? കുറച്ചുകൂടെ ആഴത്തിലുള്ളതാണ്. എന്താണത്? യാതൊരുവനാണോ കർമ്മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഈ 3-ാം അധ്യായത്തിൽ ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് ഗീതയിൽ. അതായത് 3-ാം അധ്യായത്തിൽ ഭഗവാൻ ഒരു
സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. എന്താണ്? നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടത്തി അകർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതി ജൈർഗുണൈ. എന്താണ്? നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടതി അകർമ്മകൃത്. കർമ്മമില്ലാത്തൊരവസ്ഥ ഒരു നിമിഷം പോലുമില്ല. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടതി അകർമ്മകൃത്. എന്തുകൊണ്ടെന്നാൽ കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതി ജൈർഗുണൈ. സർവവും ഒന്നൊഴിയാതെ എന്താണ്? കർമ്മത്തിന് വിധേയമാണ്. അപ്പം ഇവിടെ കർമ്മണി എന്ന് പറയുമ്പോൾ എന്താ കാണേണ്ടത്? ഈ ചലനാത്മകമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു ലൊട്ടിലൊടുക്ക് കർമ്മം മാത്രമല്ല, ഈ കർമ്മമയമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ എന്താ? അനുസ്യൂതം ചലനങ്ങളാണ്, കർമ്മങ്ങളാണ്. അപ്പം യാതൊരുവനാണോ കർമ്മണി അകർമ്മത്തെ കാണുന്നത്, അതെന്ത് കാണല അത്? അപ്പം ഈ സർവത്ര കാണുന്ന ഈ ചലനങ്ങളിൽ എന്തിനെ കാണണം? ചലനമില്ലായ്മയെ കാണണം. ആ കാണൽ എങ്ങനെയാ? ഈ കണ്ണുകൊണ്ടാണോ കാണുന്നത്? കണ്ണുകൊണ്ടല്ല കാണുന്നത്, അതൊരറിവാണ്. ഇപ്പം നമുക്കറിയാം ഭൂമി കറങ്ങുന്നുണ്ട്. ഭൂമിയുടെ സ്പീഡൊക്കെ നമ്മൾ നിർണ്ണയിച്ച് വെച്ചിട്ടുണ്ട് എത്രയാണെന്ന്. പക്ഷേ നമുക്ക് അനുഭവമില്ലല്ലോ, ഇല്ല. പക്ഷേ നമുക്കറിയാം ഇതെന്താണ്, ഇത് കറങ്ങുന്നുണ്ട് എന്ന്. അപ്പം ഈ ഭൂമിയുടെ കറക്കമില്ലായ്മയിൽ നമ്മൾ കാണുമ്പോൾ ഇത് കറങ്ങുന്നില്ല. എന്തിനെ കാണുന്നുണ്ട്? നമ്മൾ കറക്കം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രെയിനിൽ പോവുകയാണ്. ട്രെയിൻ ഒരു സ്റ്റോപ്പിൽ നിർത്തി, ഒരു സ്റ്റേഷനിൽ. അപ്പോൾ രണ്ട് സൈഡിലും പ്ലാറ്റ്ഫോം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾ വെള്ളം മേടിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് വേഗം കയറണേ, ഇതാ അവിടെ അധികം നിർത്തുന്നൊന്നും തോന്നുന്നില്ല. ഇതൊക്കെ എനിക്കറിയാം, നീ ഉണ്ടാതിരി എന്നൊക്കെ പറഞ്ഞു. മൂപ്പര് ഇതൊക്കെ മൊത്തത്തിൽ ഇതിൻ്റെ സംഗതിയൊക്കെ അറിയുന്ന ആളാണ്. ഇവർക്കൊരു പരിഭ്രമമാണ്. എന്നാലും മൂപ്പര് വെള്ളം മേടിക്കാനൊക്കെ പോയി. എന്നിട്ട് അവിടെ വെള്ളം മേടിക്കുന്ന അവിടെയൊക്കെ നിന്നിട്ട് വേറെ ആരോടൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട്. വെള്ളമൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ കൈയിട്ട് വിളിക്കുന്നുണ്ട്, ബാചേട്ടാ വണ്ടിപ്പെടുക്കും എന്നുള്ള മട്ടിൽ. ആ മൂപ്പർക്ക് ഇപ്പോൾ വരാനുള്ള മട്ടൊന്നുമില്ല. മൂപ്പരിങ്ങനെ അവിടെ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ആരോടൊക്കെ. അപ്പോൾ ഇവർ അതുവരെ നോക്കിയ ചേട്ടനെ നോക്കി മാറിയിട്ട് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നോക്കി. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു വണ്ടി വന്ന് നിന്നിട്ടുണ്ട്. ആ നിന്ന വണ്ടി അങ്ങോട്ട് മൂവ് ചെയ്തപ്പോഴോ ഇവർ പെട്ടെന്ന് പേടിച്ചു. അയ്യോ, നമ്മുടെ വണ്ടി എടുത്തുവല്ലോ എന്ന്. എന്നിട്ട് പുറത്തേക്ക് നോക്കിയപ്പോഴോ ചേട്ടൻ അപ്പോഴും അവിടെ നിന്ന് ഇങ്ങനെ ലാത്തി അടിക്കുക, വണ്ടി എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താണ് തോന്നിയതാണ്. വീണ്ടും നമ്മളപ്പുറത്തേക്ക് നോക്കുമ്പോഴും നമ്മുടെ വണ്ടി ഇളകിയതായിട്ട് തോന്നും. അപ്പോൾ എങ്ങനെ ഈ ഇളകിയതായിട്ട് തോന്നാനുള്ള കാരണം എന്താണ്? ഇളകുന്ന ഒരു ഘടകവുമായി, അസ്ഥിരമായ ഒരു ഘടകവുമായി ചേർത്ത് വെച്ച് നമ്മളതിനെ കാണുമ്പോൾ നമുക്ക് ഇളകിയതായിട്ട് തോന്നുന്നതാണ്. നമുക്കറിയാം, നമുക്ക് ഇങ്ങനത്തെ കുറേ അനുഭവങ്ങളുണ്ടല്ലോ, ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ ഇത് ഇളകുന്നതായിട്ട് തോന്നും. ഉപനിഷത്തിൽ പറയും തദ്ദേജതി തത് ന ഏജതി തദ്ദൂരെ തദന്തിക്കെ തദന്തരസ്യ സർവസ്യ തതു സർവസ്യസ്യ ബാഹ്യത, ഈശാവാസ്യത്തിൽ. അപ്പോൾ ഇതിപ്പോൾ വെള്ളം വാങ്ങാനും കാര്യങ്ങളിലൊന്നും പോയിട്ടില്ല. അല്ലാത്തൊരാൾ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഈ ട്രെയിൻ, അപ്പുറത്തെ ട്രെയിൻ വന്ന് ഇങ്ങനെ ഇളകി അതിങ്ങനെ മൂവ് ചെയ്തപ്പോൾ, പണ്ടൊക്കെ കുട്ടിക്കാലത്ത് ബസ്സിൽ പോകുമ്പോൾ ഈ പോസ്റ്റൊക്കെ ഇങ്ങനെ ഓടുന്നത് പോലെ തോന്നും. പക്ഷെ ബസ്സാണ് പോണത്. അപ്പോൾ ഇളക്കത്തിൽ ഇളക്കമില്ലായ്മ, ഇതൊക്കെ നമുക്കിങ്ങനെ പറയാം എന്നത് ഒന്ന്. ഇവിടെ ഗീത പറയുന്നത് എന്താണ്? അതല്ല. സർവചലനങ്ങൾക്കും ചലനമില്ലായ്മയാകുന്ന ഒരു അധിഷ്ഠാനമുണ്ട്. അത് മുമ്പ് പറഞ്ഞതാണ്. എന്താണ്? കർമ്മ
ബ്രഹ്മോദ്ഭവം വിദ്ധി. ഈ ചലനങ്ങളെല്ലാം ബ്രഹ്മത്തിലാണ് ഈ ചലനങ്ങൾ. അപ്പോൾ എല്ലാ ചലനങ്ങൾക്കും അധിഷ്ഠാനമായി നിലകൊള്ളുന്നത് ഏതാണ്? ഈ ബ്രഹ്മമാണ്. അപ്പോൾ ഈ കർമ്മമയമായ ഈ പ്രപഞ്ചത്തിൽ കർമ്മമൊന്നുമില്ലാത്ത ബ്രഹ്മത്തെ ആര് കാണുന്നു? ഇത് കാണുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണലല്ല. നേരത്തെ കാണലൊക്കെ എങ്ങനെയാണോ അതുപോലെ ഇത് അറിവാണ്. ജ്ഞാനചക്ഷുഷ, അറിവാകുന്ന നേത്രം കൊണ്ടുള്ള കാണലാണ്. അങ്ങനെ ആര് കാണുന്നു? അതുപോലെ അകർമ്മണി കർമ്മചയ യഹ, ആരാണോ ഈ കർമ്മങ്ങളൊക്കെ കാണുന്നത്? എവിടെ? കർമ്മമില്ലായ്മയിൽ. കർമ്മമില്ലായ്മയിൽ കർമ്മത്തെ ആര് കാണുന്നു? ഇത് തിരിച്ചും മറിച്ചും. ഇങ്ങനെ യഹ സഹ ഉഭയം വേദ, രണ്ടിനെയും ആരാണ് അറിയുന്നത്? ഇതിന് രണ്ടിനെയും അറിയണം. അപ്പോൾ കർമ്മണി അകർമ്മ, അകർമ്മണി കർമ്മചയ പശ്യേത്, ആര് കാണുന്നു? മനുഷ്യേഷു ബുദ്ധിമാൻ, ഇവനാണ് മനുഷ്യന്മാരിൽ ബുദ്ധിമാൻ. ബുദ്ധിയുള്ളവൻ ഇവനാണ്. അല്ലാത്തവനോ നട്ടം തിരിയും. നമ്മൾ നാടൻ ഭാഷയിൽ പറയില്ലേ, തിരിയേണ്ടവന് തിരിയും, അല്ലാത്തവൻ നട്ടം തിരിയും എന്ന് പറയാം. ഇവിടെ പറയുന്നു ഭഗവാൻ മനുഷ്യേഷു ബുദ്ധിമാൻ സഹ, അവന് കൃഷ്ണകർമ്മകൃത്, അവൻ പൂർണ്ണമായി കർമ്മം ചെയ്ത് യുക്തനാണ്, യോഗിയാണ് എന്ന് പറയാം. തുടർന്ന് യസ്യ സർവേ സമാരംഭാഃ കാമസങ്കൽപ്പവർജിതാഃ ജ്ഞാനാഗ്നി ദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാഃ. ബുധാഃ തം ആഹു പണ്ഡിതം. ബുധാഃ ജ്ഞാനികൾ, ശ്രേഷ്ഠന്മാർ. അവനെ പണ്ഡിതൻ എന്ന് പറയുന്നു. ആരാണത്? യസ്യ സർവേ സമാരംഭാഃ, യസ്യ യാതൊരുവൻ്റെ, സർവേ സമാരംഭാഃ എല്ലാ സമാരംഭങ്ങളും, എല്ലാ പ്രവൃത്തികളും, കാമസങ്കൽപ്പ വിവർജിതാഃ, അതിൽ ഞാനെന്നും എൻ്റേതെന്നും ഭഗവത്ഗീത 12-ാം അധ്യായത്തിൽ ഇതിൻ്റെ വേറൊരു വിസ്താരം വരുന്നുണ്ട്. ഇവിടെ ഇതിങ്ങനെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നമ്മളെ കൃത്യമായിട്ട് ബോധിപ്പിക്കും. പിന്നെ നമുക്ക് സംശയം ഉണ്ടാവില്ല ഈ കാര്യത്തിൽ. പക്ഷെ തുടർച്ചയായിട്ട് ഇത് കേൾക്കണം. ഇത് ഇടയ്ക്ക് വന്ന് നോക്കി ഒരു 10 മിനിറ്റ് നോക്കി, ഒരു 5 മിനിറ്റ് നോക്കി ഒറ്റ പോക്ക് പോയാൽ ശരിയാവില്ല. ഇത് അർജുനൻ അങ്ങനെയല്ല. ഇടയ്ക്കൊന്ന് തലയിട്ട് നോക്കി പിന്നെ പോയി വേറെ എന്തെങ്കിലും നോക്കി, അതായിരുന്നില്ലല്ലോ. അപ്പോൾ ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണ്. അപ്പോൾ യസ്യ സർവേ സമാരംഭാഃ, യസ്യ യാതൊരുവൻ്റെ, സർവേ എല്ലാ സമാരംഭാഃ സമാരംഭങ്ങളും പ്രവൃത്തികളും, കാമസങ്കൽപ്പ വിവർജിതാഃ അത് കാമവും സങ്കല്പവും ആഗ്രഹങ്ങളും പ്രത്യേക സങ്കല്പങ്ങളും ഒക്കെ ഒഴിഞ്ഞിട്ടുള്ളതാകുന്നു. അവൻ ജ്ഞാനാഗ്നി ദഗ്ധകർമാണം, ജ്ഞാനമാകുന്ന അറിവാകുന്ന അഗ്നിയിൽ അവൻ എന്തു ചെയ്യുന്നു? അതിനെയൊക്കെ ദഹിപ്പിക്കുന്നു. അപ്പോൾ അവനറിയാം ജ്ഞാനാഗ്നിയുണ്ട് ഉള്ളിൽ. ഇത് പോക്കറ്റിൽ വീഡിയോ സിഗർ എന്താ പറയുക ലൈറ്ററോ ഉണ്ട്. അതെന്തിനുള്ളതാണെന്ന് നമുക്കറിയാമല്ലോ. വീടി പുകയ്ക്കാനും ഇത് കത്തിക്കാനും ഒക്കെ ഉള്ളതാണ്. അഗ്നിഹോത്രിയാണ്. അഗ്നി കൊണ്ട് നടക്കുന്നുണ്ട്. ചുണ്ടിലും ഉണ്ടാവും, ഇല്ലാത്ത സമയത്ത് പോക്കറ്റിലും ഉണ്ട്. ഹോമം സദാ ഹോമം ചെയ്യുന്ന ഹോതാവാണ്, ഹോമിക്കുന്നവനാണ്. അപ്പം ജ്ഞാനാഗ്നി ദഗ്ധകർമാണം, ജ്ഞാനമാകുന്ന അഗ്നിയാൽ ദഹിപ്പിക്കപ്പെട്ട കർമ്മങ്ങളോട് കൂടിയിട്ടുള്ള തം അവനെ, അജ്ഞാനിയെ, ബുധാഹ ശ്രേഷ്ഠന്മാർ, പണ്ഡിതം ഇതി ആഹു. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പണ്ട ആത്മവിഷയ ബുദ്ധി യേഷാം തേഹി പണ്ഡിത. ആത്മവിഷയകമായ ബുദ്ധി ആരിൽ ഉറപ്പുറ്റതായിട്ടുണ്ടോ അവൻ പണ്ഡിതൻ. അല്ലാതെ ഭാഷാ പാണ്ഡിത്യമുള്ള ആൾ എന്നുള്ളതല്ല.
അപ്പം അർജുന, നീ എന്തു വേണം? ഇങ്ങനെ എല്ലാറ്റിനെയും അഗ്നിയിലിട്ട് പഴുപ്പിച്ചെടുത്തേക്കണം. എല്ലാറ്റിനെയും ജ്ഞാനാഗ്നി നീ കൊളുത്തണം. എന്നിട്ട് ഈ കർമ്മം ചെയ്യണം. അതാ രാമകൃഷ്ണദേവൻ പറയുന്ന എണ്ണ പുരട്ടി ചക്ക മുറിക്കൽ. തുടർന്ന് തെക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഹ. സഹ കർമ്മഫലത്യാഗം ത്യക്ത്വാ നിത്യതൃപ്തഃ. സഹ അവൻ, ആ ജ്ഞാനി, കർമ്മഫലാസംഗം, കർമ്മത്തിൻ്റെ ഫലരൂപമായിട്ടുള്ള ആസക്തി, കർമ്മമല്ല ത്യജിക്കുന്നത്, കർമ്മത്തിലുള്ള ഫലാസക്തി രൂപത്തിലുള്ള ആ അതിനെയാണ് ത്യജിക്കുന്നത്. അത് ആളെ സംബന്ധിച്ച് എന്താണ്? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് ദൂരം നടന്നുപോയി, അധികം നടന്നു, അതിൻ്റെ മുകളിൽ ഈർഷ്യൊന്നുമില്ല, നടപ്പ് ആരോഗ്യത്തിന് നല്ലതാണ്, അത് കുഴപ്പമില്ല എന്നുള്ളതാണ്. മറ്റേത് അതല്ല, എന്തിനു എന്നെ നടത്തിച്ചു എന്നുള്ളതാണ്. ഭയങ്കരമാണ്. അപ്പം ഞാൻ നടന്നു, എന്നെ മനഃപൂർവ്വം നടത്തിച്ചു. ഈ അനാവശ്യമായിട്ട് നമ്മൾ അങ്ങനെ അതിൻ്റെ ഫലത്തിൽ മുറുകെ പിടിക്കുന്നുണ്ട്. അതിനെ പൂർണ്ണമായിട്ട് അതിനെ ഉപേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ കുറേശ്ശെ നമ്മളൊന്ന് തുടങ്ങണം. അപ്പോഴാണ് നമുക്കതിനെ വലിയതിലേക്ക് എത്താൻ പറ്റും. അപ്പം സഹ അവൻ കർമ്മഫലാസംഗം ത്യക്തുക, അങ്ങനെ ത്യജിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യതൃപ്ത, അവൻ സന്തോഷവാനായിരിക്കും. ദിവസവും നിത്യവും എപ്പോഴും തൃപ്തനായിരിക്കും എന്ന് പറയും. നിരാശ്രയ, മറ്റെന്തെങ്കിലും ഒന്ന് ആശ്രയമായിട്ട് വേണം. ഞാനിവിടെ ഒറ്റയ്ക്ക് ഒരു ഭൂതത്തെ പോലെ ഒരാശ്രയവും വേണ്ട. നിരാശ്രയ. കർമ്മണി അഭിപ്രവൃത്ത അഭി, അവൻ കർമ്മത്തിൽ നേരിട്ട് പ്രവർത്തിക്കുന്നവനാണെങ്കിലും കിഞ്ചിത് ന കരോതിയേവ, സത്യത്തിൽ അവനൊന്നും ചെയ്യുന്നില്ല. ഇതാണ് ഈ ഒന്നും ചെയ്യായിക. എല്ലാം ചെയ്യുന്നുണ്ടേ. ഒരു യന്ത്രം കണക്ക്, യന്ത്രത്തിന് ഇപ്പം എന്താ ഉള്ളത്? എന്തെങ്കിലും കർത്തൃത്വം ഉണ്ടോ? ഒന്നുമില്ല. അതേപോലെ ചിലപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ എന്തത്, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ സംശയം? അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ശരിയായ സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോഴാണ് നിങ്ങളിപ്പോൾ ഒരാളെ എന്തെങ്കിലും ഒരു അറിഞ്ഞ് വളരെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഒരു തക്ക സമയത്ത് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അവരതിന് വില പറഞ്ഞാലോ, എന്തെങ്കിലും ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞാൽ, അയ്യേ നിങ്ങൾ എന്താ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയത്? അങ്ങനെ പാടില്ലല്ലോ. അപ്പോൾ അത് നിസ്വാർത്ഥമാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ അടുത്ത വീട്ടിൽ മരണം നടന്നു, അപ്പോൾ അവിടെ ആളുകളൊക്കെ വരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മുടെ വീട്ടിലെ കസേരയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ മുറ്റത്തൊക്കെ ഇട്ടു. അവിടെ വരുന്നവർക്ക് വേണമെങ്കിൽ ചായ ഉണ്ടാക്കലോ അങ്ങനെ എന്താ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നു. ഞാൻ അവിടെ മുറ്റത്ത് 2 ബൾബൊക്കെ ട്യൂബ് വേണം, നമ്മുടെ ഇവിടുന്ന് വലിച്ചു അവിടെ അതൊക്കെ ഇട്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ നമുക്ക് കുറച്ച് കാശ് തന്നിട്ട് ഇത് നിങ്ങളുടെ കസേരയുടെ വാടകത, ബൾബിൻ്റെ വാടകത എന്നൊക്കെ പറഞ്ഞാൽ മേടിക്കുന്നവരുണ്ടാവും കേട്ടോ. ചിലപ്പോൾ ചിലർ പറയും അതിലൊന്നും തന്നില്ലല്ലോ എന്ന് പറയും. ചിലരങ്ങനെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ഈ ചില ഭാഗത്തു നിന്നുള്ളവർക്ക് ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ വടക്കോട്ട് തെക്കോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനത്തെ വ്യതിയാനങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. മറ്റതൊക്കെ ഭയങ്കര കണക്ക് പറഞ്ഞു, അയാൾ എന്താ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയ എന്തൊരു നാണക്കേടായിപ്പോയി, അത് അങ്ങനെയാണോ നമ്മളെ കാണേണ്ടത് എന്നൊക്കെ പറയില്ലേ. അപ്പം നിസ്വാർത്ഥമായി ചെയ്യുമ്പോഴാണ് അതിൽ നമുക്ക് എന്തുള്ളത്? അങ്ങനെ ഒരു ഫലേച്ഛയും പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ശരിയായ സന്തോഷം ഉണ്ടാകുന്നുണ്ട്. അവരതെന്നും ഓർമ്മ വയ്ക്കുന്നുണ്ട്.
അവർ പറയും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ സമയത്ത് നിങ്ങളാണെങ്കിൽ പുതുതായിട്ട് വന്ന ആൾക്കാരുമാണ്, ഞങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ അറിയില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വന്നിട്ട് അവിടെ താമസിക്കാൻ വന്നിട്ട് ഒരു മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഈ അച്ഛൻ്റെ മരണം നടന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നും പറയാതെ തന്നെ എല്ലാ കാര്യവും അവിടെ നിന്നാണ് എല്ലാം ഞങ്ങളുടെ കുടുംബക്കാരിലെ എല്ലായിടത്തേക്കും ഫോൺ ചെയ്തതെന്ന് അറിഞ്ഞത് ഞാൻ പിന്നീടാണ്. അപ്പോൾ നിങ്ങൾ എത്ര ഇതായിട്ടാണ് ഞങ്ങളെ ഇതാക്കിയത്. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും അതിൽ, അപ്പോൾ എല്ലാവരും അത് പറയും, ഓ അവർ എന്താ അത് നമ്മൾ ഇതുവരെ എല്ലാ കാര്യവും പറയണമെന്ന് ആലോചിച്ചിട്ടാണോ ചെയ്തത്? അല്ല. അപ്പം അങ്ങനെ എവിടെയൊക്കെയാണോ കർമ്മഫലം പൂർണ്ണമായി ത്യജിച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്തിട്ടുള്ളത്, ആ കർമ്മങ്ങളൊക്കെ അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. അതൊരാൾ ആശുപത്രി കൊണ്ടുപോകുന്നതാണെങ്കിലും, കല്യാണത്തിന് പോയിട്ട് അവരെ തലേന്ന് പോയി സഹായിക്കുന്നതോ അല്ലെങ്കിൽ എല്ലാം തന്നെ. ഇപ്പോൾ കാശ് കടം കൊടുത്തു, അതിന് പലിശ മേടിക്കുന്നതോടുകൂടിയോ ആ കള്ളൻ പലിശയും മേടിച്ചിട്ട് എന്ന് പറയും. മറ്റേത് അങ്ങനെയാണോ? അല്ല. നമ്മളൊരു ഡേറ്റ് പറഞ്ഞു, ആ ഡേറ്റിന് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരോട് ഇങ്ങനെ പറയുമ്പോൾ അവർ ചോദിക്കുക, ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലല്ലോ, നിങ്ങളുടെ ഇപ്പോഴത്തെ വിഷമം മനസ്സിലാവും, അത് കിട്ടിയിട്ട് ലോൺ പാസ്സായിട്ട് മതി, അതിന് വിഷമിക്കേണ്ട, എനിക്കിതിന് ഒരു വർഷം കൂടെ സമയമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അവർ നമുക്കത് കൊടുക്കാനും പറ്റി കൃത്യമായിട്ട്. ആ കൊടുക്കുന്ന സമയത്ത് ചിലരൊക്കെ പറഞ്ഞു പലിശ കൊടുത്തേക്ക് കിട്ടോ എന്ന്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു സൂചന പറയുന്ന സമയത്ത് അവരെന്തു പറയും, അയ്യോ അങ്ങനെ അത് വേണ്ട കേട്ടോ, അതിനല്ലല്ലോ നമ്മൾ. അതെ 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 അല്ല, ഇങ്ങനെയൊരു എന്നോട് വേറെ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ചോദിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ബാങ്കിലാണെങ്കിലും നമ്മളത് ചോദിക്കണ്ടേ, അങ്ങനെ എനിക്കൊരു വിഷമം വരരുതെന്ന് കരുതിയിട്ട് ഞാൻ ചോദിച്ചു. അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ കാര്യം മനസ്സിലായി. അപ്പോഴും അത് അങ്ങനെ പലിശരഹിതമായി നമ്മളെ 6 മാസമോ 1 വർഷമോ ഒരാൾ സഹായിച്ചു, നമുക്ക് എപ്പോഴും അത് ഓർമ്മയുണ്ടാവില്ലേ? എവിടെയാണോ നിസ്വാർത്ഥമായിട്ട് കർമ്മം ചെയ്യപ്പെടുന്നത് അതൊക്കെ അടയാളപ്പെടുത്തുന്ന കർമ്മങ്ങളാണ്. മറ്റതിൽ സംഘമുണ്ട്, ഒരുപാട് സംഘങ്ങളുണ്ട്. അപ്പോൾ പറയുകയാണ് അവനെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യുന്നില്ല. അതിനാണ് നമ്മൾ ഈ ഇടത് കൈ കൊണ്ട് കൊടുക്കുന്നത്, വലത് കൈ അറിയില്ല എന്ന് പറയുന്ന കർണനെക്കുറിച്ച് പറയുന്നത്. കർണൻ ഇതുപോലെ വലിയ ദാനശീലനാണ്, വീരനാണ്. തുടർന്ന് ഭഗവാൻ പറയുന്നു 21-ാമത്തെ ശ്ലോകത്തിൽ, നിരാശീർ യഥചിത്താത്മാ ത്യക്ത സർവപരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. നിരാശി യഥചിത്താത്മാ, നിരാശി ഫലകാംക്ഷ ഒട്ടുമേ ഇല്ലാത്ത, യഥചിത്താത്മാ മനസ്സിനെ നന്നായി നിയന്ത്രിച്ചിട്ടുള്ള അവനെന്താണ്? ത്യക്ത സർവ പരിഗ്രഹ, എല്ലാ ഉടമസ്ഥതയെയും പരിത്യജിച്ചിട്ടുള്ള, വളരെ പ്രധാനപ്പെട്ട, ഞാനെന്നും എൻ്റേത്. ശാരീരം കേവലം കർമ്മ കുർവന്, ശരീരം കർമ്മങ്ങൾ ചെയ്യുന്നു. ശരീരത്തിന് ശരീരത്തിൻ്റെതായിട്ടുള്ള ഒരു വഴിയുണ്ട്, അതുകൊണ്ട് അത് ചെയ്യുന്നു, ആ കർമ്മങ്ങൾ അത് ചെയ്യുന്നു. കേവലം കർമ്മ കുർവൻ കിൽബിഷം ന ആപ്നോതി, അവലെന്തില്ല, പാപങ്ങളൊന്നും തന്നെ ഏൽക്കുന്നില്ല. മൂപ്പരിങ്ങനെ ഇലക്ട്രിസിറ്റി പ്രവഹിച്ചാൽ ഫാൻ കറങ്ങുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യും. ഒട്ടൽ എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല, കാരണം ഒന്നിനെയും സമ്പാദിക്കുന്നില്ല. സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഫലത്തെ കളക്ട് ചെയ്ത് വെക്കുന്നില്ല. മറ്റേത് കർമ്മം ഉണ്ടാവില്ല, ഫല ചിന്തയുണ്ടാവുക. ലോട്ടറി അടിക്കണേ 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 എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥന കൊണ്ട് ഇങ്ങനെ എന്താ പറയുക, ഇയാൾ ദിവസവും പ്രാർത്ഥിക്കുന്ന. അപ്പോൾ ദേവി ഒരിക്കൽ ഭഗവാനോട് പറഞ്ഞു, നോക്കൂ പാവം ഇത്ര വർഷങ്ങളായിട്ടിങ്ങനെ പ്രാർത്ഥനയാണോ, എന്തെങ്കിലും ഒന്ന് അടുപ്പിച്ചുകൂടെ, ഒന്നാം സമ്മാനം അല്ലെങ്കിലും ഒരു ചെറിയതെങ്കിലും എന്തെങ്കിലും ഒന്ന് മൂപ്പർക്ക് കൊടുക്കൂ. അപ്പോൾ ഭഗവാൻ പറയാം, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇവൻ ടിക്കറ്റ് എടുക്കണ്ടേ, ടിക്കറ്റ് പോലും എടുക്കാതെയാണ് ഇവൻ്റെ
പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ കർമ്മവും ഇല്ലാത്ത ഫലകാംക്ഷയാണ് മിക്കവരും. നല്ല മലയാളത്തിലൊരു ശ്രീനിവാസൻ്റെയും മോഹൻലാലിൻ്റെയും സിനിമ ഉണ്ടല്ലോ, പശുവിനെ മേടിക്കുന്നതും അത് ഇരട്ടിക്കുന്നതും ഒക്കെ സ്വപ്നം കാണുന്നത്. അതുപോലെ എന്തൊക്കെ ഓരോരുത്തർ സ്വപ്നങ്ങൾ കാണുന്നുണ്ടെന്നറിയാം. അങ്ങനെ ഇരുന്ന് സ്വപ്നം കാണുക. എന്താ, ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ, അത് ഹൈവേ കൂടെ നടന്നു പോകുമ്പോൾ, ഒരുത്തൻ കാറിൽ നിന്നൊരു സൂട്ട് കേസ് ഒരൊറ്റ ഏറ് പുറത്തേക്ക്, പിറകിൽ പോലീസ് ഇങ്ങനെ ജീപ്പ് ഇങ്ങനെ വാങ്ങിന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോഴോ ഞാനാണ് ഇങ്ങനെ നടക്കുക, എൻ്റെ മുന്നിൽ പെട്ടി വീണിട്ട് നേരെ താഴേക്ക് പോകുന്നത് ഞാൻ കണ്ടു. ഇവനും അടിച്ചു വിട്ടുപോയി, പോലീസും അടിച്ചു വിട്ടുപോയി. ഞാൻ പോയി പെട്ടി എടുക്കണം. നോക്കുമ്പോഴോ നിറയെ നോട്ട് കെട്ടും സ്വർണവും. അങ്ങനെ ഞാൻ അതുമായിട്ട് അവിടുന്ന് വരും. എന്നിട്ട് ഞാനൊരു കളിയുണ്ടോ, എന്ത്, ഇവൻ സ്വപ്നത്തിന് ഇവൻ കിനാവ് കാണുകയാണ് ഹൈവേയിൽ നടക്കുമ്പോൾ. ഇവൻ എന്നാൽ 2 അടി നടക്കുന്നുണ്ടോ, അതുമില്ല. എന്നാൽ ശരി, വല്ലതും ഇതേപോലെ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ടൊന്ന് രാത്രി അല്ലെങ്കിൽ ഒന്ന് നടക്കാമെന്നാൽ അതുമില്ല എന്ന് പറയും. വിത്തൗട്ട് ലോട്ടറി ടിക്കറ്റിൽ പ്രാർത്ഥനയാണ്. അങ്ങനെ കർമ്മഫലത്തെ കാക്ഷിക്കുന്നവരുണ്ട്. കർമ്മബലുമായിട്ട് സംഘത്തിൽ ഏർപ്പെടുന്നവരുമുണ്ട്. ഇവിടെ അതില്ല എന്ന് പറയാം. ഇനി ഭഗവാൻ ഗീതയിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു എന്താണ് ഇവരുടെ നിലപാട് അതിനെ വ്യക്തമാക്കുന്നത്. യദൃച്ഛാ ലാഭസന്തുഷ്ടഃ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബധ്യതേ. യദൃച്ഛാ ലാഭസന്തുഷ്ട, യാദൃച്ഛികമായി വന്നു ചേരുന്നതെന്തോ അതിൽ അങ്ങേയറ്റം സന്തോഷവാൻ. ഇപ്പം കിട്ടിയിരിക്കുന്ന ചുറ്റുപാടൊക്കെ പലർക്കും പലരോടും ഈ നമ്മുടെ കാശികാനന്ദഗിരി സ്വാമിജി എപ്പോഴും പറയുന്ന പലരും, പല ആചാര്യന്മാരും പറയും, ദൈവം വന്ന് ഒരു ദിവസം നമുക്ക് വരം തന്നു. എന്താണ് വരം? നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം, ഒന്നേന്നും പറഞ്ഞിട്ട്. അത് മൊത്തത്തിൽ സ്ലൈറ്റും കൊണ്ട് മായ്ക്കുകയാണ്. എല്ലാം എന്തൊക്കെ പരാധീനതകൾ നമുക്കുണ്ടോ അതിനെ മുഴുവൻ, രോഗമാണോ, എല്ലാ സംഗതിയും മൊത്തം മാറ്റിയിട്ട് അങ്ങോട്ട് തുടങ്ങുക, ഫ്രഷായിട്ട് അങ്ങോട്ട് തുടങ്ങുക, റീവൈൻഡ് ചെയ്ത് പ്ലേ ചെയ്യാം. ചോദ്യം ഇതാണ്, നമ്മൾ എന്തൊക്കെ മാറ്റുമെന്നുള്ളതാണ്. നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, നമ്മുടെ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, വിദ്യാഭ്യാസം ചെയ്ത സ്കൂൾ, കോളേജ്, എല്ലാം മാറ്റുമോ? എല്ലാം മാറ്റിയിട്ട് പുതിയതായിട്ട് ആണോ? നമ്മൾ ജനിച്ച സ്ഥലം, രാജ്യം, മിക്കവാറും എല്ലാവരും ചിന്തിക്കുന്നത് ഇതൊക്കെ മാറ്റുന്നതാണ്, ഒക്കെ മാറ്റണം എന്നാണ്. പുതിയ അവസരമാണല്ലോ. അപ്പോൾ ഞാൻ ഇന്നടുത്ത് ഇവിടെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പറയാതെ പറയുന്നത് എന്താണെന്നറിയോ, ഇന്ന് വരെ ഉള്ളത് എല്ലാം തട്ടിപ്പായിരുന്നു, അല്ലെങ്കിൽ ഞാൻ
ഒട്ടുമേ തൃപ്തിയുള്ളവനായിരുന്നില്ല എൻ്റെ ഇന്നലകളിൽ, എൻ്റെ ഇന്നിന്, എൻ്റെ അച്ഛനിൽ, അമ്മയിൽ, ഭാര്യയിൽ, കുട്ടികളിൽ, എന്നെ പഠിപ്പിച്ചവരിൽ, എൻ്റെ ചുറ്റുപാടിൽ. അതെല്ലാം നമുക്ക് പറയാൻ സാധിക്കുകയാണ്. എല്ലാം ഇതേപോലെ തന്നെ. എനിക്ക് പ്രത്യേകിച്ച് മാറ്റേണ്ടതൊന്നുമില്ല, ഇതേപോലെ അങ്ങോട്ട് മുന്നോട്ട് പോകും. അത് സത്യസന്ധമാണെന്ന് പറയാം. അപ്പോൾ യദൃച്ഛയാ ലാഭസന്തുഷ്ട, യാദൃച്ഛികമായി വന്നു ചേരുന്നതിൽ അതെന്താണെങ്കിലും, ഇപ്പം എൻ്റെ എല്ലാറ്റിലും ഞാൻ തൃപ്തനാണ്. ദ്വന്ദ്വാതീതോ വിമത്സരഃ, എല്ലാ ദ്വന്ദ്വങ്ങൾ, സുഖം, ദുഃഖം, മാനം, അവമാനം, ലാഭം, നഷ്ടം തുടങ്ങിയിട്ടുള്ള സകലതും, ഇതിലൊക്കെ തന്നെ ദ്വന്ദ്വാതീത വിമത്സരഃ, ആരോടും മാത്സര്യമൊന്നുമില്ല എന്ന് പറയാം. സിദ്ധൗ അസിദ്ധൗ ച സമഃ, കിട്ടിയതിലും കിട്ടാത്തതിലും. ഇവനെ സംബന്ധിച്ചും കർമ്മം ചെയ്താൽ, ഇവൻ കർമ്മം ചെയ്താൽ, കൃത്വാപി, ചെയ്താൽ പോലും, ന നിബധ്യതേ, അവനെ യാതൊന്നും ബന്ധിക്കുന്നില്ല എന്ന് പറയാം. കാരണം എന്താണ്? മൂപ്പർക്ക് യാദൃശ്ചികമായിട്ട് എന്താണോ വന്നു ചേരുന്നത് അതിൽ തൃപ്തനാണ്. ഈ എതിർച്ചയ ലാഭസന്തുഷ്ട എന്നുള്ളതിൻ്റെ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ഓരോ കഥയൊക്കെ പഠിച്ചിട്ടില്ലേ? നമുക്കൊന്നും ഒരുമാതിരി എല്ലാവർക്കും അറിയുന്നൊരു കഥയാണ്. ഒരു സൽഗുണസമ്പന്നനായ പാവം കർഷകൻ മരം വെട്ടി ഉപജീവനം കഴിച്ചവൻ, നദീതീരത്ത് വെച്ച് അവൻ മരത്തിൻ്റെ കൊമ്പ് മുറിക്കുന്ന സമയത്ത് അവൻ്റെ മഴു തെറിച്ച് വെള്ളത്തിലേക്ക് വീണു. നല്ല ആഴമുള്ള കയമാണ്. അവൻ പാവം ഓരത്തിരുന്ന് പ്രാർത്ഥിച്ചു, ഭഗവാനെ, എൻ്റെ ആകെ ഒരു പണിയായതാണ്, ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബം പോറ്റുന്നത്, എനിക്ക് എൻ്റെ ഈ മഴു കിട്ടാൻ എന്താണ് വഴി, ഈശ്വര എന്നെ രക്ഷിക്കണേ എന്നൊക്കെ അവൻ അകമഴിഞ്ഞ് നൊന്ത് പ്രാർത്ഥിച്ചു. ഇവൻ സൽഗുണസമ്പന്നനായതുകൊണ്ട് ദൈവം ഇവനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ജലദേവതയായിട്ട് സ്വർണ്ണമഴുവായിട്ട് പൊങ്ങി വന്നത് നമുക്കറിയാം. അവനോട് ചോദിച്ചു, ഇതാ നിൻ്റെ മഴു. പാവം നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഇതല്ല, സ്വർണ്ണമാണെന്നൊക്കെ ദൈവം പറഞ്ഞു, അയ്യോ ഇതല്ല എൻ്റെത്. പിന്നെയും പോയി മൂപ്പര് മുങ്ങി വേറൊരെണ്ണം എടുത്തുകൊണ്ട് വന്നു. അതെന്താണ്? വെള്ളി. ഇതാണോ? അയ്യോ അല്ല. പിന്നെയും മുങ്ങി മൂപ്പരുടെ ഒറിജിനൽ കൊണ്ടുവന്നു. ഇതാണോ എന്ന് ചോദിച്ചു. ഇതാണ് എൻ്റെത്. അങ്ങനെ ഇത് മൂന്നും മൂപ്പർക്ക് കൊടുത്തു എന്നാ. സ്വർണവും കിട്ടി, ഇവന് വെള്ളിയും കിട്ടി, വെള്ളി മഴുവും കിട്ടി, സ്വർണത്തിൻ്റെ മഴുവും കിട്ടി, അവൻ്റെ സ്വന്തം മഴുവും കിട്ടി. ഭയങ്കര സന്തോഷമായിട്ട് പോയി വീട്ടിലേക്ക്. ഇത്ര വരെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇതിനൊരു സെക്കൻഡ് പാർട്ടുണ്ട്. അതെന്താണ്? ഇവനങ്ങനെ അത്യാവശ്യം ധനികനൊക്കെ. അങ്ങനെ അവൻ്റെ ഭാര്യയ്ക്കൊരു ദിവസം ആഗ്രഹം, ഇതാണ്, തിരുവനന്തപുരത്ത് വന്ന് പൊങ്കാലയിടണം. ധനികനൊക്കെ ആയതുകൊണ്ട് അവിടെ മുന്നിൽ അവിടെ എവിടെ ഒരു സീറ്റൊക്കെ കിട്ടി. എന്തായാലും പൊങ്കാലയിടാൻ പോയ സ്ത്രീയെ ഈ 10,000 ഉള്ളവരുടെ ഇടയിൽ കാണാതെയായി. മൂപ്പരുടെ മഴ പോയതുപോലെ ഭാര്യയെ കാണുന്നില്ല. മൂപ്പരവിടെ ഒരു ഓരത്തിരുന്ന് പ്രാർത്ഥിച്ചു, ഭഗവാനെ, ഇതാ എൻ്റെ ഭാര്യയെ കാണുന്നില്ലല്ലോ, അങ്ങ് എങ്ങനെയെങ്കിലും നിവൃത്തി ഉണ്ടാക്കി തരണം. ഭഗവാൻ പഴയ ഇവൻ എങ്ങനെയുണ്ട്, ഇപ്പോൾ വലിയ മാറ്റമൊക്കെ ഉണ്ടോ എന്നും കൂടെയൊക്കെ ഒന്ന് അറിയാൻ മനഃപൂർവ്വം മാറ്റിയതായിരുന്നു.
അപ്പം എന്തായാലും ഒരു ഉർവശിക്ക് സമാനമായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് വന്നു, സർവാഭരണഭൂഷിതയായിട്ട്. ഇതാണോ നിൻ്റെ ഭാര്യ വത്സ? പറഞ്ഞു അതേന്ന്. നീ ഇത്ര വേഗം മാറിയോ ദുഷ്ട എന്നൊക്കെ ചോദിച്ചു ഭഗവാൻ. ഭഗവാൻ പറഞ്ഞു അങ്ങനെയല്ല ഭഗവാനെ, ഞാനിതല്ല എന്ന് പറയും. അങ്ങ് വീണ്ടും വേറൊരാളെയും കൂടിയായിട്ട് വരും, അപ്പോഴും ഞാനിതല്ല എന്ന് പറയും. പിന്നെ അങ്ങ് എൻ്റെ ഒറിജിനൽ ഭാര്യയായിട്ട് വരും, എന്നിട്ട് എനിക്ക് 3 പേരെയും കൂടെ തരും. അപ്പം ഞാനിപ്പോൾ എൻ്റെ പോളിസി എതിർച്ചാ ലാഭസന്തുഷ്ട. യാദൃശ്ചികമായിട്ട് എന്തൊക്കെയാണോ വന്നു ചേരുന്നത് അതിൽ ഞാൻ സന്തോഷവാനാണെന്ന്. കഥയിൽ വേറൊരു ട്വിസ്റ്റ് പറയാറുണ്ട്, ഞാൻ ഒരാളെയായിട്ട് തന്നെ എങ്ങനെയാണ് അനുഭവിക്കുന്നതെന്നുള്ളത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. നമുക്ക് ആ അഭിപ്രായം ഇല്ല. അതുകൊണ്ട് എതിർച്ച ലാഭസന്തുഷ്ട, ഇതാണ് എൻ്റെ പോളിസി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു ചേരുന്നതിൽ സന്തോഷവാനാണ്. അതുകൊണ്ട് സമസിദ്ധാവ് സിദ്ധൗ ച കൃത്വാഭിന നിബദ്ധ്യതേ. അവനെ ഒരു തരത്തിലും അതൊന്നും ബാധിക്കുന്നില്ല എന്ന് പറയാം. കിട്ടിയതാവട്ടെ കിട്ടാത്തതാവട്ടെ. തുടർന്ന് ഈ അധ്യായത്തിൽ പ്രധാനപ്പെട്ട കുറച്ച് ശ്ലോകങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കത് വരുന്ന ദിവസങ്ങളിൽ കാണാം. വളരെ പ്രധാനപ്പെട്ടത്. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി.